നാടൻ രുചികൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ഉണക്കമീനും മാങ്ങയും കൊണ്ട് നാടൻ രുചിയിൽ അടിപൊളി ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ ഏകദേശം ഒരു 50 ഗ്രാം ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ തലയും വാലയൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തൊന്ന് കൊണ്ടുവരണം. ഈ ചെമ്മീൻ്റെ തലയും വാലയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യങ്ങൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. എണ്ണയൊന്നും ചേർക്കാതെ നമ്മളൊന്ന് വറുത്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഈ ചെമ്മീൻ നല്ല ക്രിസ്പായിട്ട് വരുന്നത് വരെ, അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വേറൊരു പാനിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചുരക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ചുരക്ക എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിൽ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിലായാലും വേവിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ചുരക്കൊക്കെ ഒരു 1/4 ഭാഗം വേവായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു പച്ചമാങ്ങ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം മാങ്ങയുടെ പുളിയുണ്ടോ അതനുസരിച്ചിട്ട് മാങ്ങയുടെ അളവിലൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ചെമ്മീനും അതുപോലെ ചുരക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീനും ചുരക്കയും മാങ്ങയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിക്സി ജാറൊന്ന് കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ കറി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി വരുന്നൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കൂടുതൽ സമയം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് കടുകൊന്നും പൊട്ടിച്ചൊഴിക്കുന്നില്ല. ഈ ചുവന്നുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിയിൽ എരിവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ മൂപ്പിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ചൂട് ചോറിനോട് കഴിക്കാൻ പറ്റിയ നാടൻ രുചിയിലുള്ള ഉണക്കച്ചെമ്മീൻ ചുരക്ക മാങ്ങ കറിയുടെ റെഡി ആയിട്ടുണ്ട്. മിക്കവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. എന്നാലും അറിയാത്തവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.